നടൻ സൽമാൻ ഖാന്റെ വസതിയിലേക്ക് വെടിവെപ്പുണ്ടായ കേസിൽ തോക്കുകൾ കണ്ടെത്തി. സൂറത്തിലെ തബി നദിയിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, പ്രതികൾ പിടിയിലായവർ സഞ്ചരിച്ച ബൈക്കടക്കം കിട്ടിയിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇവർ ആർക്ക് വേണ്ടിയാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്തുന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? സുഹേലി, ഇക്കഴിഞ്ഞ ഏപ്രിൽ 14 പുലർച്ചെയാണ് സൽമാൻ ഖാന്റെ ബാന്ദ്രയിലുള്ള വസതിക്ക് നേരെ ഈ രണ്ടുപേർ വെടിവെച്ചത്. അവിടെ നിന്ന് അവർ ബൈക്കിൽ കടന്നു കളയുകയും ചെയ്തു. പക്ഷേ 24 മണിക്കൂർ കഴിയും മുമ്പ് തന്നെ ഇരുവരെയും ഗുജറാത്തിൽ നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. ഗുജറാത്ത് പോലീസ് പ്രതികളെ പിടികൂടി പിന്നീട് മുംബൈ പോലീസിന് കൈമാറി. ചോദ്യം ചെയ്യലാണ് ഇവർ തോക്ക് എവിടെ ഒളിപ്പിച്ചു എന്ന ചോദ്യത്തിനാണ് ഇവർ പുഴയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞത്. അങ്ങനെ സൂറത്തിലെ തബി നദിയിൽ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ ആകെ രണ്ട് തോക്കുകളാണ് ഉണ്ടായിരുന്നത്. തോക്കുകൾ കണ്ടെത്തിയത്, ഒപ്പം തന്നെ വെടിയുണ്ടകളും കണ്ടെടുത്തിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഈ പ്രതികൾ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. 25 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ് പ്രതികൾ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ലോറൻസ് ബിഷ്ണു ഗ്യാങ്ങിന്റെ കൊട്ടേഷനാണ് ഇവർ ഏറ്റെടുത്തത് എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു വ്യക്തത വന്നതാണ്. ഈ ലോറൻസ് ബിഷ്ണു ഗ്യാങ്ങിൽ നിന്ന് ഇവർ കൊട്ടേഷൻ ഏറ്റെടുത്തതിനൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ബാങ്ക് ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ പരിശോധിച്ച് വരികയാണ്. ഇവരുടെ ഫോണുകൾ മറ്റും പരിശോധിച്ച് വരികയാണ്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ഘട്ടമാണ് ഈ ആക്രമണത്തിന് വെടിവെപ്പിന് ഉപയോഗിച്ച തോക്കുകൾ കണ്ടെടുക്കുക എന്നത്. ശ്രീനാഥ്, ഈ ലോറൻസ് ബിഷ്ണോയുടെ സംഘമാണ് ഇതിന് പിന്നിൽ എന്ന രീതിയിൽ അനുമാനങ്ങളൊക്കെ എത്തിയിരുന്നു. ഈ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? ചോദ്യം ചെയ്യലിൽ പ്രതികൾ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. പ്രതികൾ തന്നെ ലോറൻസ് ബിഷ്ണോ ഗ്യാങ്ങിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കിട്ടിയതെന്ന് പറയുന്നു. ഇരുവരും ഷൂട്ടർമാരാണ്. മാത്രമല്ല ഇവർക്ക് പെട്ടെന്ന് കാശിന് വേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തരം ഒരു കൊട്ടേഷൻ തങ്ങൾ ഏറ്റെടുത്തു എന്നതാണ് ഇവർ പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് നീണ്ട കാലത്തെ ഒരു ബന്ധം ഇവർക്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെയാണ് ഒരു സ്ഥിരീകരണം വരേണ്ടത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നു. നേരത്തെ മൃഗത്തെ വേട്ടയാടിയതുമായി ബന്ധപ്പെട്ട് സൽമാൻ ഖാനെതിരെ ലോറൻസ് ബിഷ്ണോയ്ക്ക് വൈരാഗ്യമുണ്ട്. അദ്ദേഹം പലതവണ പല രീതിയിൽ സൽമാനെ ഭീഷണിപ്പെടുത്തുകയുമാണ്. നിലവിൽ തിഹാർ ജയിലിലാണെങ്കിലും ജയിലിനുള്ളിൽ വെച്ച് തന്നെ പുറത്ത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് കെൽപ്പുണ്ട് എന്ന കാര്യം നേരത്തെ പലവട്ടം വ്യക്തമായതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്. അങ്ങനെയെങ്കിൽ ഇതിന് ലോറൻസ് ബിഷ്ണോയ്ക്കും ഇവർക്കും ഇടയിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അതാണ് ഇപ്പോഴത്തെ അന്വേഷണ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.